വിഷ്ണുവിൻ്റെ ഫസ്റ്റ് മൂവിയാണത്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ടിപ്സ് എന്തെങ്കിലും കിട്ടിയായിരുന്നു? അച്ഛനില്ല അങ്ങനെ അഭിനയിക്കാൻ പോവുക അല്ലെങ്കിൽ സിനിമ ചെയ്യാന്നുള്ളതിന് അങ്ങനെ ഒരു ടിപ്സ്, അതിന് സ്പെസിഫിക് ആയിട്ടൊരു ടിപ്സ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് വരികയാണെങ്കിൽ സാറ് കോംപ്രമൈസ് ചെയ്യുമോ അതോ ഇങ്ങനെ? അല്ല, അത് നമ്മൾ ആ സബ്ജക്റ്റ് എന്താണോ ആഗ്രഹിക്കുന്നത്, ഡിമാൻഡ് ചെയ്യുന്ന സിനിമ ആകാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് നമ്മൾ എടുത്തേ പറ്റൂ. അപ്പോൾ ഈ കഴിഞ്ഞ സംസ്ഥാന അവാർഡിന് മലൈക്കോട്ടെ വാലിബൻ പരിഗണിക്കാതിരുന്നപ്പോൾ വിഷമം തോന്നിയിരുന്നു? അത് എന്താണെന്ന് പറയുക, ഈ അവാർഡ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലയിൽ എപ്പോഴും നിങ്ങൾ ആദ്യം ഇതിലൊക്കെ ചെയ്യാൻ പുറപ്പെടുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു സ്പോർട്സിൽ ഒരു 100 മീറ്റർ ഓട്ടത്തിൻ്റെ ഇതാണെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ആരാണ് ജയിച്ചത്. ആ സമയത്ത് നമുക്കിത് റീപ്ലേ ചെയ്തിട്ട് കാണാൻ പറ്റും, ഒരു നഖത്തിന്റെ വ്യത്യാസം പോലും കണ്ടുപിടിക്കാം. കലയിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. Myself Govind, and we have here none other than Harish Paradis with us, and of course the captain of the ship, രാധേശ്യാം സാർ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വിഷ്ണു, അദ്ദേഹം ഹരീഷ് പരഡീസ് സാറിൻ്റെ മകനും ഇതിനകത്തെ ഒരു പ്രൊമിനൻറ്റ് റോളും കൂടെ ചെയ്യുന്ന ഒരു ആക്ടർ കൂടിയാണ്. സോ നമുക്ക് ആദ്യത്തെ ചോദ്യം ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സാർ, മധുര കണക്ക് അതൊരു അച്ഛനും മോനും കൂടെ ഉള്ളൊരു കണക്ക് തീർക്കലാണോ? അങ്ങനെയല്ല, രണ്ടുപേരും അതായത് ഇതിനകത്ത് കഥ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സ്കൂൾ അത് അപ്പുമാഷിൻ്റെ ഒരു ജീവിതത്തിലൂടെ കടന്നു വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ടുള്ളൊരു സാധനമാണ്. അതിലെ ആ സിനിമയിലൂടെ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഇദ്ദേഹം വിഷ്ണു പേരടി ഒരു ഹരി എന്ന് പറഞ്ഞ ഒരു നല്ലൊരു കഥാപാത്രമാണ് അത് ചെയ്യുന്നത്. മധുരക്കണക്ക് അത് പ്രത്യേക നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു രീതിയിലുള്ളൊരു സിനിമയാണ്. സബ്ജക്റ്റിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. സാറ് ഇപ്പം കുറേ നാളത്തെ ഇത്രയും 17 വർഷത്തെ സിനിമാ അഭിനയത്തിന് ശേഷം ഇപ്പോഴാണല്ലോ നിർമ്മാണ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഇതിനു മുമ്പേ ഒരു സിനിമ, ഇപ്പോൾ രണ്ടാമത്തെ സിനിമയാണല്ലോ. അപ്പം നിർമ്മാതാവായിട്ടുള്ള അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും അത് വളരെ ഔചാരിതമായിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനായ ദാസേട്ടൻ്റെ സൈക്കിളിൽ എത്തിപ്പെടുന്നത്. ഒരു കഥ കേട്ടപ്പോൾ അത് മറ്റൊരു സ്ഥലത്ത് ഒരാളെടുത്ത് പോയി കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല, നമുക്ക് തന്നെ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു ഏറ്റവും നല്ല രീതി എന്ന രീതിയിലാണ് അത് തുടങ്ങാൻ കാരണം. ഇതിലേക്ക് എത്തിപ്പെടുമ്പോൾ ഇതേപോലെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ ശാന്തകുമാറും ഞാനും വർഷങ്ങളായിട്ട് ബന്ധമുള്ള നാടകകാലത്തെ ഞങ്ങൾ ഒന്നിച്ച് നാടകം ചെയ്തവരും പ്രവർത്തിച്ചവരൊക്കെയാണ്. പക്ഷെ അതിൻ്റെ സ്ക്രിപ്റ്റിനെ പറ്റി എനിക്ക് നല്ല ധാരണയുള്ള ഒരാളാണ്. അദ്ദേഹം എഴുതുന്ന കഥാപാത്രങ്ങളോട് അതിൻ്റെ ഒരു മണ്ണിനോടൊക്കെ ഉള്ള അതിൻ്റെ സമീപനമൊക്കെ. അപ്പം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വളരെ ബോധപൂർവമായൊരു തിരഞ്ഞെടുപ്പായിരുന്നു. ആ തിരഞ്ഞെടുപ്പിന് ഇടയിലാണ് ശ്യാമും കൂടെ ഞങ്ങളെ കൂടെ സഹകരിക്കുന്നത്. അങ്ങനെ അത് വലിയൊരു ചർച്ചയായിട്ട് മാറുകയിൽ ഓരോ ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കുകയും അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതും ഇതേപോലെ നമ്മുടെ സുഹൃത്തായ നസീർ നമ്മുടെ കൂടെ സഹകരിക്കാൻ തയ്യാറായി. നസീറിൻ്റെ കൂടെ ഞാനും കൂടെ കോ പ്രൊഡ്യൂസറായിട്ട് അതിൽ വർക്ക് ചെയ്ത് അത് ഇതേപോലെ തന്നെ നമുക്ക് അറിയാം, അത് നമ്മൾ തന്നെ ചെയ്യേണ്ട പടങ്ങളാണ് എന്നുള്ള ഒരു കലാമൂല്യമുള്ള ഒരു സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. പണം എന്നുള്ളതൊരു ബിസിനസ് കൂടിയാണ്, അതിൻ്റെ സെക്കൻഡറിയാണ്, അത് വന്നോളും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള ബലം. സാർ, ഇനി എനിക്ക് ഒരു ആക്ടിങ് ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് സാറിൻ്റെ അടുത്തുനിന്ന് അറിയാനുള്ളൊരു ചോദ്യമായിരുന്നു. കാരണം ഇപ്പോൾ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ് സാർ. അപ്പോൾ സാറിനെ സംബന്ധിച്ച് തിയേറ്റർ ആക്ടിങ് ആണോ അതോ ഫിലിം ആക്ടിങ് ആണോ കുറച്ചും കൂടെ ഒരു എപ്പോഴും ആദ്യമായിട്ട് വരുന്ന ഒരു ആക്ടർ അറിഞ്ഞിരിക്കേണ്ടത്, കുറച്ചും കൂടെ ചാലഞ്ചിങ് ആയിട്ട് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തിയേറ്റർ ആക്ടിങ് ആണോ ഫിലിം ആക്ടിങ് ആണോ? തിയേറ്ററിൽ നിങ്ങളെ പഠിപ്പിച്ച് ഒരനുഭവം ഉണ്ടെങ്കിൽ, ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും സിനിമയ്ക്ക് ഗുണം ചെയ്യും. തിയേറ്റർ എന്ന് പറയുന്നത് ഒരു നടനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. സിനിമയ്ക്ക് ഒന്നിനും നേരമൊന്നുമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായൊരു വണ്ടിയാണ്. ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഒരു സെക്കൻഡ് നിർത്തിയാലായി, ഇപ്പോൾ ഇറങ്ങാം കയറാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെയാണ്. അതിൽ കയറിയ സീറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാം. സിനിമയ്ക്ക് ഒന്നും നിങ്ങളെ പഠിപ്പിക്കാനൊന്നും നേരമൊന്നുമില്ല. സിനിമയുടെ കൂടെ വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാം, അങ്ങനെയൊക്കെ പഠിച്ചവരും ഉണ്ട്, ഇല്ലെന്നല്ല പറയാം. പക്ഷെ തിയേറ്റർ അങ്ങനെയല്ല. തിയേറ്റർ ആക്ടറെ രൂപപ്പെടുത്തിയെടുക്കും, അത് അതിൻ്റെ കൂടെ നിൽക്കും, അങ്ങനെ സമയമെടുക്കുമെന്ന് മാത്രം. പക്ഷെ ആ തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ ഏത് ഭാഷയിലും എവിടെയും നിങ്ങൾക്ക് കാരണം തിയേറ്റർ എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അഭിനയം ഒരു ലാംഗ്വേജാണ്, ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജാണത്.
അതിന് പിന്നെ മറ്റ് ഭാഷകളൊക്കെ അതിൻ്റെ സെക്കൻഡറി ആയിട്ടേ വരുന്നു. ഇപ്പോൾ ഞാൻ തമിഴ് തെലുങ്ക് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തമിഴ് അത്യാവശ്യം ഞാൻ അതിനാണ് ഡബ് ചെയ്യുന്നത്. ഈ തെലുങ്ക് നമുക്ക് കേട്ടാൽ കൂടി മനസ്സിലാവില്ല. എനിക്കിപ്പോഴും അറിയില്ല തെലുങ്ക്. 10-15 സിനിമകളായി, അതും പ്രധാനപ്പെട്ട ചിരഞ്ജീവി സാറ് മുതലുള്ള പ്രധാനപ്പെട്ട താരങ്ങളുടെ കൂടെയൊക്കെ തന്നെയാണ് അഭിനയിക്കുന്നത് എല്ലാം. അപ്പോൾ അവർക്ക് ഓക്കെ ആവുന്നത് അവിടെ തെലുങ്ക് അറിയാത്ത ആൾക്കാരില്ലാഞ്ഞിട്ടല്ലല്ലോ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് വേറൊരു ലാംഗ്വേജ് ആക്ടിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞതാണ്. എപ്പോഴും ആ ഒരു മറ്റു ഭാഷകളൊക്കെ അതിൻ്റെ പിന്നാലെ വരുന്ന സാധനങ്ങളാണ്. അതിലൊന്നല്ല ഇമ്പോർട്ടൻസ് എപ്പോഴും ഈ ഒരു ലാംഗ്വേജ്. ആ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഇടമാണ് തിയേറ്റർ. അത് നിങ്ങളെ ഒരു നടനാക്കി എടുക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ ഗുണം ചെയ്യും, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പഠിച്ചെടുക്കാം. വിഷ്ണുവിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ടിപ്സ് എന്തെങ്കിലും കിട്ടിയായിരുന്നു? അച്ഛനില്ല അങ്ങനെ അഭിനയിക്കാൻ പോവുക അല്ലെങ്കിൽ സിനിമ ചെയ്യാന്നുള്ളതിന് അങ്ങനെ ഒരു ടിപ്സ്, അതിന് സ്പെസിഫിക് ആയിട്ടൊരു ടിപ്സ് കിട്ടിയിട്ടില്ല. പക്ഷെ ജനറലി എപ്പോഴും എന്ത് ചെയ്യാൻ പോകുമ്പോഴും, എന്ത് ജോലി ചെയ്യാൻ പോവുകയാണെങ്കിലൊക്കെ എപ്പോഴും എന്നോട് പറയുന്ന ഒരു സാധനം തന്നെയാണ്. അത് കോമൺ ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ ഒരു സാധനം കമ്മിറ്റ് ചെയ്ത് കൃത്യസമയത്ത് എത്തുക, അവരോട് സഹകരിക്കുക, 100% എപ്പോഴും ഫ്രം യുവർ ഹാർട്ട് അത് ചെയ്യുക. അത് തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്ന എപ്പോഴും തന്നിരിക്കുന്ന ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ്. ഇതിന് സിനിമ ചെയ്യാൻ പോകുന്നതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു പെരടി സാറ് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ വളരെ ആഴത്തിൽ ഒരു കഥാപാത്രം ചെയ്ത് കഴിയുമ്പോൾ ആ കഥാപാത്രം നമ്മൾ പടം ഷൂട്ടിങ് കഴിഞ്ഞാൽ പോലും നമ്മുടെ കൂടെ ഒരു അല്പസമയത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കൂടെ കാണും എന്ന് ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. സാർ അങ്ങനെ ഇപ്പോൾ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ആ കഥാപാത്രം ഇങ്ങനെ വേട്ടയാടുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ ശരീരം വിട്ടു കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ലേ. രൂപമില്ലാത്ത ഒരു ആൾക്ക് നമ്മുടെ ശരീരം വിട്ടു കൊടുക്കുകയും ആ ശരീരത്തിനുള്ളിൽ നിന്ന് അയാൾ പെരുമാറുകയും കുറച്ച് കഴിഞ്ഞ് അയാൾ പോകുമ്പോൾ അയാളുടെ ഒരു ബാധ കുറച്ചൊക്കെ ഉണ്ടാവും, കുറച്ചില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് ഒഴിവാക്കാനുള്ള ഒരുപാട് ടെക്നിക്സുകളുണ്ട്. അതാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് പഠിക്കുന്ന സാധനങ്ങൾ. ഒരു ആക്ടറെ സ്വീകരിക്കാൻ മാത്രമല്ല പഠിക്കുന്നത്, അത് മാറ്റി നിർത്താൻ്റെ ഘടകങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള തിയറികളുണ്ട്. അത്തരം തിയറികളിലൂടെയും ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് പഠിക്കുക. അതൊരൊറ്റ വാക്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യങ്ങളല്ല. നിരന്തരമായ പ്രാക്ടീസിലൂടെ വരുന്നൊരു സാധനം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബോധപൂർവ്വം മാറ്റാൻ പറ്റും. അങ്ങനെ ചെയ്യാം. ഇത് സിനിമയേക്കാൾ കൂടുതൽ നമുക്കുണ്ടാവും സീരിയലുകളിലാണ്. സീരിയലുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർഷത്തോളമൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അത് പെട്ടെന്ന് കെട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും. അപ്പം അതിന് ഇത്തരം വഴികളുണ്ട്, ധാരാളം വഴികളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട വഴിയാണല്ലോ സ്വീകരിക്കുക എന്നുള്ളത്. അതൊക്കെയാണല്ലേ തിയേറ്റർ, സ്ട്രോങ് തിയേറ്റർ. തീർച്ചയായിട്ടും തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആക്ടിങ്ങിൻ്റെ ഏറ്റവും ബേസാണ് അതിൻ്റെ. സാറ് ഒരുപാട് നാളത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ. അതെ. അതിനുശേഷം ഇപ്പം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തു പറ്റി ഇത്ര വൈകാൻ? ഒരു നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നോ, അതോ കുറച്ച് നാള് സിനിമ മൊത്തത്തിലൊന്ന് പഠിച്ചിട്ട് ഡയറക്ഷനിലോട്ട് ഇറങ്ങാം അതുകൊണ്ടായിരുന്നോ? മെയിൻ തിങ് കാരണം സിനിമകൾ ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ചെയ്യുന്ന സമയത്ത് വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആയിട്ട് കൺട്രോളർ മാത്രമായിട്ടല്ല, ഞാനെപ്പോഴും എന്താ പറയുക, മറ്റുള്ളവർ ചെയ്യണ പോലെയല്ല, ലൊക്കേഷനിലെപ്പോഴും ഈ ഡയറക്ഷൻ ടീം, ആ ക്രൂ ടീമിൻ്റെ ഒപ്പം ഉണ്ടാവും. കാരണം നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിരിക്കണമല്ലോ. വായിച്ചിരുന്നിട്ട് ഞാൻ പഠിച്ച സ്കൂൾ അതെങ്ങനെയാണ് വായിച്ച്, അപ്പോൾ ഓരോ സീൻ ബൈ സീൻ, അപ്പോൾ അത് അവരെങ്ങനെ മാർക്ക് ചെയ്യുന്നു കാര്യങ്ങളെല്ലാം നിന്നിട്ട് സൈലൻ്റായിട്ട് നിന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം, എപ്പോഴെങ്കിലും നമ്മുടെ ഒരു ലൈഫിലൊരു സിഗ്നേച്ചർ ഉണ്ടാക്കണം എന്നുള്ളൊരു രീതിയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു നല്ല സ്ട്രോങ് തിങ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് മലയാളി പ്രേക്ഷകർക്ക് എപ്പോഴും അവരാണല്ലോ മലയാളി പ്രേക്ഷകർ എപ്പോഴും നല്ലതിനെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്നതാണ് മലയാളി പ്രേക്ഷകർ. അപ്പം അവർക്ക് നമ്മളൊരു കൊടുക്കുമ്പോൾ എല്ലാം വേണം. അതിനകത്തൊരു ഫാമിലി വേണം, ഒരു നല്ല പാട്ടുകൾ വേണം, അത്യാവശ്യം കുറച്ച് സെൻറ്റിമെൻറ്റ്സും കുറച്ച് എന്താ പറയുക ഒരു ത്രില്ലറും സസ്പെൻസും എല്ലാം വേണം. ഇതെല്ലാം അടങ്ങിയ ഒരു സബ്ജക്റ്റാണത്. സബ്ജക്റ്റാണ് ഇതിൻ്റെ മെയിൻ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടന്റാണ് ഹീറോ. നമ്മളെ അത്
അങ്ങനെ ഒരു ഇത് വെച്ച് ഇങ്ങനെ ഒരു ഡിസ്കഷനിൽ ഒരു ദിവസം ഹരീഷ് സാറിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പഴയ സുഹൃത്താണ്. അപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശാന്തൻ്റെ ഇതുമായിട്ടുള്ള ഒരു കണക്ഷനിൽ ഇങ്ങനെ സബ്ജക്റ്റ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആക്ച്വലി ഞാൻ അപ്പോഴും എനിക്കത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഹരീഷ് സാറാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എന്തുകൊണ്ട് ശ്യാം ഈ സിനിമ നിങ്ങൾക്ക് ചെയ്തുകൂടാ ചോദിക്കുന്നത്. അങ്ങനെയാണ് അതിലേക്ക് ഞാൻ വരാൻ ആക്സിഡൻ്റലായിട്ട് വന്നു, അതിലേക്ക് ഇറങ്ങി പിന്നെ സിനിമയിലേക്ക്. എങ്ങനെയാണ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവോ സംവിധാന രംഗത്ത്? അതോ സംവിധാനം എനിക്ക് നല്ല സബ്ജക്റ്റുകൾ നോക്കുന്നുണ്ട്. ഇനിയും കുറേ നമ്മളുടെ ടീമിൽ കുറച്ച് നല്ല നല്ല സാധനങ്ങളുണ്ട്. ഇപ്പോഴും സബ്ജക്റ്റാണല്ലോ നമുക്ക് നല്ലതായിട്ട് വേണ്ടത്, കണ്ടൻറ്റ് നല്ലതായിരിക്കണം. നല്ല സാധനങ്ങൾ വന്നാൽ ഇനിയും ഉറപ്പായിട്ടും ചെയ്യും. കാരണം അതുമുണ്ട് പ്രൊഡക്ഷൻ സൈഡ്, പ്രൊഡക്ഷൻ കൺട്രോൾ എന്നുള്ള ജോലി, അതാണ് ഇത്രയും കാലം എൻ്റെ സിനിമേൻ്റെ പ്രൊഫഷൻ അതായിരുന്നു, അതെൻ്റെ ചോറാണ്. അതും ചെയ്യണം, അങ്ങനെ ചെയ്യാം. ഇപ്പോൾ എത്രയോ ആൾക്കാർ ഇപ്പോൾ ക്യാമറമാൻമാർ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റേഴ്സ് ചെയ്യുന്നുണ്ട്, അതേപോലെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് ഈ സിനിമയുടെ ഒരു വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സബ്ജക്റ്റാണ്, പക്ഷേ ഇനി നമ്മുടെ പ്രേക്ഷകരാണ് അത് നമുക്ക് അതിലൊരു ഇരുകകളും നീക്കി സ്വീകരിക്കുക. അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ഇതിലുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും, എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. December 4th നമ്മുടെ റിലീസ് ഡേറ്റ്. അന്ന് കുറച്ച് വേറെ മൂവീസും റിലീസ് ആവുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ഒരു സാറിൻ്റെ ഫസ്റ്റ് മൂവിയും കൂടെ ആണല്ലോ, ഒരു ക്ലാഷ് റിലീസ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം അത്രയും സിനിമയിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണോ? അല്ല, നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാഷ് റിലീസ് ആണെങ്കിലും നല്ലത്, ഇപ്പം ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, പ്രേക്ഷകർ വന്ന് കണ്ട് ഒരു മൗത്ത് പബ്ലിസിറ്റി കാര്യങ്ങൾ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഒരു വിശ്വാസമാണ്. കാരണം അത് നമ്മളിപ്പോൾ ഇത്രയും കാലം സിനിമയിൽ ജോലി ചെയ്യുന്നു, സിനിമയിൽ നമ്മൾ എന്താണ് കാണുന്നുണ്ടല്ലോ, എത്രയോ പുതിയ സിനിമകൾ, പുതിയ കണ്ടൻറ്റ്, പുതിയതായിട്ടുള്ള എത്രയോ ആർട്ടിസ്റ്റുകൾ, പുതിയ ന്യൂ ജനറേഷനും കാര്യങ്ങളൊക്കെ വന്നു. എത്ര ചെറിയ സബ്ജക്റ്റുകൾ വരെ ഹിറ്റാവുന്നുണ്ട് ഇപ്പോൾ, അറിയാലോ. ഞാൻ പറയാതെ തന്നെ ഒത്തിരി സിനിമകളുണ്ട്. അതെല്ലാം ആ കണ്ടൻ്റാണ്. അത് പ്രേക്ഷകർ എന്താണോ അവർക്ക് ചിന്തിക്കുന്നത് അവർക്കെല്ലാം വേണം. ഓരോരോ അഭിരുചികളാണല്ലോ വരുന്ന പ്രേക്ഷകർക്ക്, ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കൊടുക്കുന്ന സിനിമയിൽ ഓരോരുത്തർക്കും ഇതുള്ളതിൻ്റെ ഒരു കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആവും എന്നാണ് നമ്മളുടെ വിശ്വാസം. പിന്നെ തീരുമാനിക്കേണ്ടത് അവരാണ്. അതിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ട്, എല്ലാവരും സ്വീകരിക്കണം നന്നായിട്ടെന്നുള്ള ഒരു നല്ലൊരു അഡ്മിറ്റായിട്ട് വരുന്നൊരു സംഭവമാണത്. വിഷ്ണുവിൻ്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ അച്ഛൻ്റെ കൂടെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. നല്ലൊരു തുടക്കം. അതുപോലെ തന്നെ ചെറിയൊരു ഭാരം കൂടെ അതിൻ്റെ കൂടെ നമ്മൾ തന്നെ എന്തായാലും അത് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം വേറൊന്നുമല്ല, ഈ നെപ്പോട്ടിസം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബാക്ക്ലാഷ് നേരിടുന്നുണ്ട്, ഒരുപാട് നെപ്പോക്കിഡ്സ് ആയിട്ടൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ പ്രേക്ഷകർ വിലയിരുത്തും എന്നുള്ളൊരു പേടിയുണ്ടോ? അല്ല, അങ്ങനെ എന്ത് വന്നാലും അങ്ങനെ വിലയിരുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യമൊന്നുമല്ല. പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഇപ്പം ഞാൻ ഈ സിനിമ ചെയ്യണോ അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ, എനിക്ക് അതിനുള്ളൊരു കഴിവുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസോ അങ്ങനെ ആരുമല്ലല്ലോ. അൾട്ടിമേറ്റ്ലി ജനങ്ങൾ കാണും, അവർക്ക് എന്റെ ഒരു സംഭവം വർക്കായാൽ മാത്രമേ എനിക്ക് വീട്ടിൽ സിനിമ കിട്ടുള്ളൂ. അതേപോലെ എന്റെ പെർഫോമൻസ് കണ്ടിട്ട് വേറൊരു ഡയറക്ടർക്കോ അല്ലെങ്കിൽ വേറൊരു റൈറ്റർക്കോ ഓക്കെ ഈ പുള്ളിക്ക് ഈ ഒരു കഥാപാത്രം ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി അതാണ് എന്റെ ഒബ്വിയസ്ലി നെപ്പോട്ടിസം അങ്ങനെ എല്ലാം പേരും നമ്മളുടെ വർക്ക് ആയിരിക്കും അല്ലേ നമ്മളെ. അതിപ്പോ സിനിമ മാത്രമല്ലല്ലോ, ഇപ്പൊ ഏത് ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഒരു ടോക്ക് എന്തായാലും വരും. അത് ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിനങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ, അങ്ങനെ ഒരു സംഭവമില്ല. ഇറ്റ്സ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. അതാണ്. ഞാൻ ഇനിയും ചോദിക്കാൻ പോകുന്നത് ആക്ടർ ഹരീഷ് പെരടി അടുത്തല്ല, പ്രൊഡ്യൂസർ ഹരീഷ് പെരടി അടുത്താണ്. പ്രൊഡ്യൂസർ ഹരീഷ് പെരടി എന്ന് പറയുമ്പോൾ ഫിലിമിലതൊരു പുതുമുഖം തന്നെയാണല്ലോ രണ്ട് സിനിമ. അപ്പം ഈ ആക്ടിങ്ങിനകത്ത് മെയിൻ റോള് ചെയ്യുന്നത് ആക്ടർ ഹരീഷ് പെരടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പ്രൊഡ്യൂസർ ഹരീഷ് പെരടിക്ക് ഏത് മേഖലയിലാണ് പ്രൊഡക്ഷനിൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് ആ ഒരു പ്രോസസ്സിൽ?
അല്ല, ഞാനതിനെ വളരെ സിമ്പിളായിട്ട് പൊതുവെ എല്ലാ കാര്യങ്ങളും അങ്ങനെ കാണാറുള്ളൂ. ഒന്നും കൂടി ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ അതിലേക്ക് അങ്ങോട്ട് ഇതാക്കി ചെയ്യാറില്ല. ഞാൻ എൻ്റെ വളരെ ഫോക്കസ് ചെയ്യുന്ന സാധനം ആക്ടിങ് സൈഡ് തന്നെ. അപ്പം എൻ്റെ കഥാപാത്രം കാര്യം അതിലെന്നെ ഒരു പ്രൊഡ്യൂസറും ഡിസ്റ്റർബ് ചെയ്യരുത്. അത് ഞാനാണെങ്കിൽ പോലും അതിനുള്ള സന്ദർഭം ഞാൻ ഉണ്ടാക്കി വെക്കും അവിടെ. അതിന് ശ്യാമിനെയാണെങ്കിലും അതിൻ്റെ കൺട്രോളർ നിജിലാണെങ്കിലും അവരൊക്കെ നമ്മളത് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഭാഗം ഞാൻ നോക്കാം, അവർ ഭംഗിയായിട്ട് അത് ചെയ്തോളും. നമ്മളൊരു കാര്യം ഒരാളുകളെ വിശ്വസ്തരായിട്ട് അതിൻ്റെ ജോലിക്ക് ആളുകളെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ അതിൽ പോയിട്ട് ഇങ്ങനെ തലയിടേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അതിൻ്റെ എത്രയോ കൊല്ലത്തെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്, ഭംഗിയായിട്ട് ചെയ്യുന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് അവർ ഏൽപ്പിക്കും. അതവർ ചെയ്യും. ഒരു 24 മണിക്കൂറും പോയിട്ട് ഞാനിങ്ങനെ തൊണ്ടി നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്തരം ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് വളരെ പ്രൊഫഷണലി ആയിട്ട് ഏൽപ്പിച്ചിട്ട് അതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ അവർ, അല്ലാതെ ഡെയിലി അങ്ങനെ നമ്മൾ ഓരോന്നിലും എന്താണ് ഏതാണ് എന്നൊന്നും നോക്കിയിട്ടുണ്ട് അങ്ങനെയല്ല നമ്മളതിനെ കണ്ടത്. നമ്മൾ ചെറിയ പ്രൊഡക്ഷൻ ആണെങ്കിൽ പോലും വളരെ പ്രൊഫഷണലി ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനായിരുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു ബേജാറോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. നമുക്ക് തുടങ്ങാൻ പറ്റുന്ന സമയത്ത് നമ്മൾ തുടങ്ങുള്ളൂ. നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അത് മറ്റൊരാൾ നമ്മളെ അത് കളിയാക്കിയാലൊന്നും നമുക്ക് വിഷയമല്ല. നമ്മൾ 2 ഷെഡ്യൂളായിട്ടാണ് ചെറിയ ഈ പടം തീർത്തത്. അത് നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. അങ്ങനെ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ആരോടും കോമ്പറ്റ് ചെയ്യുക അതൊന്നും നമ്മളെ പരിപാടിയില്ല. നമ്മൾ നല്ല സാധനം ചെയ്യുക, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യും. അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് ആക്ടിങ്ങിലേക്ക് ഞാൻ അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് ഫുള്ളി കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം പ്രൊഡ്യൂസർ ഹരീഷ് പേരടി ഇനി നമുക്ക് പ്രതീക്ഷിക്കാവോ? സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാം. സാറേ, സാർ ഈ സ്ക്രിപ്റ്റ് ആയിരുന്നല്ലോ സാറിനെ ഇതിലോട്ട് ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം. അപ്പോൾ ഈ സോ കോൾഡ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ആ ഒരു കാര്യം ഏതെങ്കിലും ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു സീൻ നമ്മൾ ചെയ്യുമ്പം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നൊരു കാര്യം കൊണ്ട് അത് ഇതിങ്ങനെ എടുത്താൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ, കുറച്ച് പേര് ഇതിന് എതിരെ പ്രതികരിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഭയം ഉണ്ടായിരുന്നോ സാർ? അതായത് മൊത്തത്തിൽ അതായത് ഒരു സംവിധായകൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരികയാണല്ലോ അങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ സാറിന് എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിരുന്നോ? ഇല്ല, അങ്ങനെ ഒന്നും ഇതുവരെ ഈ ഒരു പ്രൊജക്റ്റിന് അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. കാരണം നമ്മൾ ഫുള്ള് എഡിറ്റഡ് സ്ക്രിപ്റ്റിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയത്. ഭാവിയിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് വരികയാണെങ്കിൽ സാറ് കോംപ്രമൈസ് ചെയ്യുമോ അതോ ഇങ്ങനെ? അല്ല, അത് നമ്മൾ ആ സബ്ജക്റ്റ് എന്താണോ ആഗ്രഹിക്കുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്, സിനിമ ആകാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് നമ്മൾ എടുത്തേ പറ്റൂ. ഞാൻ പഠിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ സൈഡ് കഴിഞ്ഞിട്ടാണ് ഡയറക്ഷനിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പഠിച്ചിരിക്കുന്നത് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ സിനിമയുള്ളൂ, പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ ആർട്ടിസ്റ്റുകളുള്ളൂ, ടെക്നീഷ്യൻസ് ഉള്ളൂ. എല്ലാത്തിനും മെയിൻ തിങ് പ്രൊഡക്ഷനാണ്, പ്രൊഡ്യൂസറാണ്. അപ്പോൾ ആ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ അവർക്ക് അനാവശ്യമായിട്ടുള്ള ചിലവുകളില്ലാതെ ഒരു സിനിമ ആ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ കറക്റ്റായിട്ട് അതിൽ കൊണ്ടുവന്നിട്ട് ഒരു പ്രൊജക്റ്റ് തീർക്കുക. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ടൈമിങ് കറക്റ്റ്ലി നന്നായിട്ട് തീർത്ത് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പടം നന്നായിട്ട് വരുള്ളൂ. അത് മാത്രമല്ല, ഒരു പ്രാവശ്യം ഇതുപോലെ ഹെവി ബഡ്ജറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി വരുന്ന പ്രൊഡ്യൂസേഴ്സ് എല്ലാം പിൻവാങ്ങും. പിന്നെ ഇൻഡസ്ട്രി തന്നെ നശിക്കും. ഈ ഇൻഡസ്ട്രിയിൽ ഇതുകൊണ്ട് തന്നെ പല മേഖലകളിലും എത്രയോ പേര് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്, ഞാനടക്കം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിമാൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് എന്താണോ അത് നമ്മൾ ചെയ്യുക. ഡിമാൻഡ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. കോംപ്രമൈസ് ചെയ്യൽ പറ്റില്ലല്ലോ, സിനിമേനെ ബാധിക്കും. സിനിമയായിട്ട് കുറച്ചും കൂടെ കാണാൻ പ്രേക്ഷകരും അംഗീകരിക്കണമല്ലേ? അതെ. ഒരു പുതുമുഖം എന്നുള്ള നിലയിൽ വിഷ്ണുവിന് ഒരുപാട് ഡ്രീം ക്യാരക്ടേഴ്സ് കാണുമല്ലോ. എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ നല്ലതായിരുന്നു, എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനൊരു ക്യാരക്ടറുണ്ട്. അങ്ങനെ എന്തൊക്കെ വേഷങ്ങൾ ചെയ്യാനാണ് ഇനിയും താല്പര്യം? കുറെ വേഴ്സറ്റൈൽ ആയിട്ട് കുറെ തരം ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇന്നത് സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. ഇപ്പം അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ എനിക്കൊരു നല്ലൊരു വില്ലൻ കഥാപാത്രം ചെയ്തെന്നാണ്. എനിക്ക് അതേപോലെ ഭയങ്കര ഒരു ഭീരുവായിട്ടുള്ള ഭയങ്കര പാവം പിടിച്ച ഒരു ക്യാരക്ടർ ചെയ്യണമെന്നാഗ്രഹമുണ്ട്. ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്ന സീൻസ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെന്നാണ്. അതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐ വിൽ വർക്ക് ടുവേർഡ്സ് ഇറ്റ്. മധുരക്കണക്കിലെ ഹരി എങ്ങനെയാണ്?
നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. നമ്മൾ സ്ഥിരം കാണുന്ന, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരുന്നിരിക്കാം ഈ ഹരി. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. അതിൽ ഓവർ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ഓവർ ബ്യൂട്ടിഫിക്കേഷനോ ഒന്നുമില്ല. ഒരു പക്ഷേ നമ്മളെപ്പോഴും നമ്മളെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണാവുന്ന, നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇതേപോലെ ഉള്ള ഒരാള് നമുക്കത് ഭയങ്കര റിലേറ്റ് ആവും. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും. ഇതിലിപ്പോ ഒരു സിനിമയിൽ നേരത്തെ എല്ലാവരും പറഞ്ഞു, അല്ല കുറെ ഇന്റർവ്യൂവിലും പറഞ്ഞു, ഈ സിനിമയിൽ ഒരു നായകനില്ല, ഈ സിനിമയിൽ സ്ക്രിപ്റ്റ് ആണ് നായകൻ. ഇതിലിപ്പോ ആരുടെ കണ്ണിൽ, ഏത് കഥാപാത്രത്തിന്റെ കണ്ണിലൂടെ നമ്മളത് കാണുന്നു, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ആവുന്നു എന്നല്ലാണ് ഇതിലെ നായകനും വില്ലനും എല്ലാം വരുന്നത്. അതിപ്പം അപ്പുമാഷിന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഈ സിനിമയ്ക്ക് വേറൊരു ആംഗിളാണ്, ഹരിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ സിനിമയ്ക്ക് വേറൊരു ആംഗിളാണ്. അതേപോലെ തന്നെയാണ് ഓരോ ക്യാരക്ടറും. അപ്പം അത് തന്നെയാണ് ഈ സിനിമയിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. അത് ഈ സ്ക്രിപ്റ്റിന്റെ പവർ തന്നെയാണ്. ശാന്തേട്ടനെ പോലെ തന്നെ ഒരു ലെജൻഡറി സ്ക്രിപ്റ്റ്, ലെജൻഡറി ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ഈ ഫീൽഡിലുള്ള ഒരു മനുഷ്യൻ അത് എഴുതുന്ന കഥയുടെ ഒരു പവർ തന്നെയാണത്. ആ ഒരു സ്ക്രിപ്റ്റിന് ഇത്ര വെർസിറ്റാലിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത്ര എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു യുണീക്നെസ് ഉണ്ടാവുക എന്നുള്ളത്. ഹരീഷ് സാറെ, എനിക്ക് ആസ് എ 90s കിഡ് എനിക്ക് ഏറ്റവും കൂടുതൽ സാറിന് എപ്പോഴും, എനിക്ക് സാറിനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് കായംകുളം കൊച്ചുണ്ണിയിലെ കാക്കശങ്കരനാണ്. അത് ഭയങ്കര എപ്പോഴും സാറിന് ഇപ്പം എത്ര സാറ് ഏതൊക്കെ സിനിമ അഭിനയിച്ചാലും എനിക്ക് ആദ്യം അതാണ് വരുന്നത്, കാക്കശങ്കരൻ. അപ്പോൾ ഒരുപാട് 90s കിഡ് ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ കായംകുളം കൊച്ചുണ്ണി സെറ്റിനകത്തെ കുറച്ച് എന്തെങ്കിലും ഒരു അനുഭവം? അതിൽ പ്രധാന അനുഭവം എന്ന് പറയുന്നത്, ഞാനത് പെർഫോം ചെയ്യാൻ വേണ്ടി നാടകത്തിൽ വളരെ ഇതായിട്ട് നിൽക്കുന്ന സമയമാണ്, തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പം അനിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ GS അനിലായിരുന്നു. GS എന്നെ ഇതിനെ വിളിച്ച്, GS ഞാൻ പണ്ട് കോളേജിലേക്ക് പഠിക്കുമ്പോൾ, അവൻ കോളേജിലേക്ക് പഠിക്കുമ്പോൾ നാടകമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മറ്റൊരു ഈ ശാന്തൻ്റെ തന്നെ ഇത്താര ചരിതം 1-ാം ഭാഗം എന്ന് പറയുന്ന നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം അതിന് വേണ്ടി കുറച്ച് മുടി നീട്ടിയിരിക്കുന്നു. ആ സമയത്ത് അവൻ കാണുന്നത്. അപ്പം പറഞ്ഞു, എൻ്റെ മനസ്സിലൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ 5-ാം വാള്യത്തിൽ, ഒരു പേര് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, തിക്കരപ്പക്കയുടെ സുഹൃത്തായിരുന്ന കാക്കശങ്കരൻ. ആ പേരിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. വേറെ ഡീറ്റെയിൽസ് ഒന്നും അയാൾ തപ്പിന്നിട്ട് കാണുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ രൂപം കാണുമ്പോൾ അയാൾക്ക് കറക്റ്റായിരിക്കും, നിങ്ങൾ ഒന്ന് വരുമോ, ഞാനൊരു എപ്പിസോഡ് എഴുതി വെച്ചിട്ടുള്ളൂ, ഒറ്റ സാധനം എഴുതി വെച്ചിട്ടുള്ളൂ, വരുമോ? അപ്പോൾ ഞാൻ ആദ്യം വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പിന്നെ കൂടെയുള്ള സുഹൃത്തുക്കളായ ശാന്തനും മറ്റുള്ളവരൊക്കെ പറഞ്ഞു, ഇങ്ങനെ ചെല്ലട കുറേ കാലമായില്ലേ നീ നാടകമായിട്ട്, ചെല്ല്, ഒരു അവസരമല്ലേ, നോക്കി നോക്കുന്നു, ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ വരാമെന്ന് പറഞ്ഞൊരു ദിവസം പോയതാണ്. പോയി കഴിഞ്ഞ് അവിടെ ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചു, ഞാൻ പെർഫോം ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ ഷൂട്ടിംഗ് കാണാൻ നിൽക്കും. ചാലക്കുടിയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അവർ ഭയങ്കര ഒരു കൈയൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ഷൂട്ട് മുന്നോട്ട് പോയപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. ഭയങ്കര ഒരു അങ്ങനെ അനുഭവം പറയാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടോ. ഈ പെർഫോമൻസ് കുറച്ച് ഭയങ്കര എക്സ്ട്രാ ഇതുള്ളൊരു സാധനമല്ലേ, ഇതിങ്ങനെ നിൽക്കുമോ, കുറച്ച് ഡ്രമാറ്റിക് അല്ലേ എന്നൊക്കെ ഉള്ള ഒരു ചർച്ച. അപ്പം അതിലെ ഒന്ന് എൻ്റെ ചുവട്ടിൽ സ്വകാര്യമായിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നടക്കുന്നുണ്ട്, എന്ത് ചെയ്തു, കുറച്ചൊന്നും കൂടി ഒരു ഇത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ സ്ക്രിപ്റ്റ് മാറ്റി എഴുതുന്നു ഉടനെ. അപ്പോൾ അവനെ ദേഷ്യം പിടിച്ചു. കാരണം എന്താ വെച്ചാൽ എത്രയോ ആർട്ടിസ്റ്റുകൾ, വലിയ ആർട്ടിസ്റ്റുകൾ വന്ന് പെർഫോം ചെയ്ത് പോയ സ്ഥലമാണ് കായംകുളം കൊച്ചുണ്ണി. ഒരു 100 എപ്പിസോഡുകൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആരും എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങനെ സീരിയസ് ആയിട്ട് കാണല്ല. ഇതിൻ്റെ ഞാൻ പറഞ്ഞ വാക്കുകൾ നോക്കുക. അതായത് നീ എന്താ എഴുതി വെച്ചത്, ഈ അത്തിക്കരപ്പക്കിയെയും കായംകുളം കൊച്ചുണ്ണിയെ അറസ്റ്റ് ചെയ്തിട്ട് അധികാരിയും പോലീസുകാരും കൂടെ നടന്നു പോകുന്നു. അപ്പോൾ അവിടെ ഒരു വൻ മരം വീണ് കിടക്കുന്നു. ആ മരത്തിൻ്റെ മുകളിൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരാണ് നിങ്ങൾ, ഒരു വഴി തടസ്സപ്പെടുത്തി ആരാണ് നിങ്ങൾ ഇവർ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, ഈ മരം വെട്ടണം തോന്നിയപ്പം മറ്റേ മരം വെട്ടണം തോന്നി, മറ്റേ മരം വെട്ടിയപ്പം വേറെറക്കണം തോന്നി, വേറെറുത്തപ്പം പാതാളം. അതാണ് ഇയാൾ പറയുന്നത്. അത് തിരിഞ്ഞു നോക്കാതെ പറയണ അയാൾ. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്, ആരാണ് നിങ്ങൾ ചോദിച്ചത്, ഞാൻ കാക്കശങ്കർ എന്ന് പറഞ്ഞാൽ പോലെ. അങ്ങനെ പറഞ്ഞാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ പെർഫോം ചെയ്യും. അതല്ലെങ്കിൽ വരികൾക്കിടയിൽ നിന്ന് വായിച്ചിട്ട് ഈ കഥാപാത്രത്തിൻ്റെ വേറൊരു ഇത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്തത്. ഇങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ ചെയ്യുള്ളൂ. എനിക്ക് അങ്ങനത്തെ അവിടെ നാടകമുണ്ട്, ഞാൻ അങ്ങോട്ട് പോകും, ഒരു സ്ഥലത്ത് ബസ് കയറിയിട്ട്. അത്ര ധൈര്യത്തിൽ തന്നെയാണ് അത് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ വേണു സാർ, അതിൻ്റെ ഈ ഡയറക്ടർ, അദ്ദേഹം ആ ചർച്ചയിൽ വന്നിട്ട് പറഞ്ഞു, ഇത് ഡ്രമാറ്റിക് ആണോ സിനിമാറ്റിക് ആണോ എന്ന് എനിക്കറിയില്ല. അവിടെ സിനിമയൊക്കെ ചെയ്ത ആളാണ്. ബാലമിക്ക നേരെയൊക്കെ വെച്ച് പണ്ട് മഴുവാനോ ഒരുപാട് ഹിറ്റുകൾ ചെയ്ത മനുഷ്യൻ. സീരിയലാണെങ്കിലും ഒന്നും എനിക്കറിയില്ല. പക്ഷേ അത് തമിഴ് കലർന്ന മലയാളം. ഇതിൽ പക്ഷേ ഇയാളെ ചെയ്യുന്നത് കാണാൻ എന്തോ ഒരു രസമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നാട്ടുകാർ തീരുമാനിക്കട്ടെ, ഞാൻ എയറിൽ വിടാൻ പോവാണ്,
ഒരു എപ്പിസോഡല്ലേ, അത് മോശമായി എന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മളെ സീരിയലിനെ ബാധിക്കാനേ പോകുന്നില്ല. ആ ഭാഗം കണ്ട് കട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇത് തുടരും. അവിടെ നാട്ടുകാർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ വിട്ടു. അങ്ങനെ ഒരു സെപ്റ്റംബർ 7 നാട്ടുകാർ തീരുമാനിച്ചു ഞാൻ തുടരുന്നത്. ഇതാണിപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ ഓഡിയൻസ് ഇതെല്ലാം പ്രേക്ഷകനാണ് തീരുമാനിക്കുക. അന്ന് എനിക്ക് മൊബൈലില്ല, ലാൻഡ് ഫോണാണ്. ലാൻഡ് ഫോണിൽ നിൽക്കാതെ കോള് വരുമായിരുന്നു ആ 8 മണി. അന്ന് വിഷ്ണു ചെറിയ കുട്ടി 4ാം ക്ലാസ്സിലേറ്റ പഠിക്കുക. അപ്പോൾ അവനോട് ഫോൺ ഇതാ, അടുത്ത ഫോൺ ഇതാ എടുത്ത് ഇങ്ങനെ തരികയായിരുന്നു എനിക്ക്. അന്ന് ഞങ്ങൾ കോഴിക്കോട് താമസിക്കുന്ന സമയത്ത്. അപ്പം പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങൾ കിടന്നു. കാക്ക എന്ന് പറഞ്ഞാൽ കാക്ക, ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശിവൻ, പാട്ടുപാടും നൃത്തം ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ പോയി അത് ഒരു കൊച്ചുണ്ണിയേക്കാട്ടും പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറുകയായിരുന്നു. അങ്ങനെയാണത് കൊണ്ടുപോയത്. എൻ്റെ അടുത്തൊരു സാർ ഒരു 1 മിനിറ്റ് അനുഭവം പറഞ്ഞപ്പോൾ തന്നെ ഒരു ആക്ടിങ്ങിൻ്റെ മാസ്റ്റർ ക്ലാസ്സിന് ഇരുന്ന പോലെ ഉണ്ടായിരുന്നു ശരിക്കും. സാർ ഒരു കാര്യം കൂടെ, അതായത് മലൈക്കോട്ടെ വാലിബൻ സാർ ഒരുപാട് കോൺഫിഡൻസ് ഉള്ളൊരു പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ സംസ്ഥാന അവാർഡിന് മലൈക്കോട്ടെ വാലിബൻ പരിഗണിക്കാതിരുന്നപ്പോൾ വിഷമം തോന്നിയിരുന്നു? അത് എന്താണെന്ന് പറയുക, ഈ അവാർഡ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലയിൽ എപ്പോഴും നിങ്ങൾ ആദ്യം ഇതിലൊക്കെ ചെയ്യാൻ പുറപ്പെടുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു സ്പോർട്സിൽ ഒരു 100 മീറ്റർ ഓട്ടത്തിൻ്റെ ഇതാണെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ആരാണ് ജയിച്ചത്. ആ സമയത്ത് നമുക്കിത് റീപ്ലേ ചെയ്ത് കാണാൻ പറ്റും, ഒരു നഖത്തിൻ്റെ വ്യത്യാസം പോലും കണ്ടുപിടിക്കാൻ പറ്റും. കലയിൽ അങ്ങനെ ഒരു സാധനം ഇല്ല, അങ്ങനെ ഒരു സൂക്ഷ്മദർശിനി ഇല്ല. അത് ഓരോ മനുഷ്യൻ്റെ അകത്തുണ്ടാവുന്ന ഇതാണ്. അപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റി അല്ല ജൂറിക്ക് പകരം മറ്റൊരു ജൂറി ആയിരുന്നു, അത് വേറൊരു അവാർഡുമായിരുന്നു. ഇതിലൊക്കെയുള്ള ആളുകളായിരിക്കില്ല, വേറെ കുറേ ആൾക്ക് ഇതിലുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ ആയിട്ട് വരും. അത് അങ്ങനെ കാണാൻ പഠിക്കണം. ഞങ്ങളൊക്കെ വർഷങ്ങളോളം അവാർഡുകളൊന്നും വേണ്ടെന്ന് വെച്ച് മത്സര നാടകത്തിലൊന്നും പങ്കെടുക്കാതെ പോയ ആളുകളാണ് ഞാനൊക്കെ. പിന്നെ മത്സര നാടകത്തിലൊക്കെ പങ്കെടുക്കുക ഡയറക്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് മത്സരത്തിൻ്റെ ഭാഗമായിട്ട് മാറേണ്ടി വരും. നമ്മൾ പണം വാങ്ങിയിട്ടൊക്കെ ചെയ്യുന്ന അഭിനയം സംവിധാനം ചെയ്തു കൊടുക്കുന്ന പലതിലും മത്സരത്തിൻ്റെ ഭാഗമാവും, അല്ലാതെ മത്സരത്തിൽ പോകാറില്ല. അതുകൊണ്ട് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസേ അല്ല. നമ്മൾ ആ ക്യാരക്ടറിന് അത് ഇപ്പോഴും നമ്മൾ ജനം പിന്നീട് ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത സിനിമയാണത്. ഇപ്പോൾ ലാലേട്ടൻ്റെ ക്യാരക്ടറാണെങ്കിലും എൻ്റെ കഥാപാത്രമാണെങ്കിലും ഒക്കെ മൊത്തം സിനിമ തന്നെ ഭയങ്കര സിനിമയാണെന്ന് പിന്നീട് അത് തിയേറ്ററിൽ ആദ്യത്തെ ദിവസങ്ങൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിൽ പോലും പിന്നീട് അത് അല്ലേ അതിൻ്റെ പോസിറ്റീവായ ഒരുപാട് വശങ്ങൾ ആളുകൾ കണ്ടെത്തി ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ അത് ഇനിയും സഞ്ചരിക്കേണ്ട സിനിമയാണ് അതൊക്കെ. അത് ചിലപ്പോൾ അതിൻ്റെ ഒരു റൂട്ട് അങ്ങനെയായിരിക്കും, പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് അറിയാൻ പറ്റില്ല. അതെ അതെ, കാലത്തിന് മുമ്പേ ഇറങ്ങിയ ഒരു സിനിമയായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. ചില കലയിൽ അങ്ങനത്തെ ധാരാളം കേസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് റാപ്പപ്പ് ചെയ്യാം. ഡിസംബർ 4 മധുരക്കണക്ക് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്തെങ്കിലും അവസാനമായിട്ട് കാണാൻ പോകുന്ന പ്രേക്ഷകരുടെ അടുത്ത്? തീർച്ചയായിട്ടും ഡിസംബർ 4 ആദ്യത്തെ ഷോ മുതൽ തന്നെ നിങ്ങൾ കുടുംബസമേതം വന്ന് കാണുക എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം മറ്റ് വലിയ സിനിമകൾക്കൊക്കെ ഇടയിലുള്ള ഒരു റിലീസാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രേക്ഷകരായ നിങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ വന്ന് കണ്ടാൽ മാത്രമേ ഞങ്ങളുടെ ഒരു സിനിമയുടെ തുടർച്ചയൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ പറയുന്നത്. തീർച്ചയായിട്ടും അത് കുടുംബസമേതം തന്നെ കാണേണ്ട സിനിമയാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് കൂടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്കതൊരു വ്യത്യസ്ത അനുഭവം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും വരിക, ഞങ്ങളെ കൈനീട്ടി സ്വീകരിക്കുക. Thanks to all for cooperating with us. So thanks to പ്രേക്ഷകർ ടു. സോ എല്ലാവരും മധുരക്കണക്ക് ഡിസംബർ 4 തന്നെ പോയി കാണുക. ഓക്കെ.